ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് വർഷയുടെ പ്രസവവേദന വന്നു എന്നറിഞ്ഞിട്ട് വേദിയുടെ വീട്ടിലെ എല്ലാവരും, ശങ്കരനാരായണും അതോടൊപ്പം തന്നെ ശ്രീകാന്തും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം, അതായത് എത്രയും പെട്ടെന്ന് തന്നെ വേദയെ അറിയിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് മുത്തശ്ശി നമ്മുടെ വേദയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. വേദ മുത്തശ്ശിയുടെ ഫോൺ കോൾ കാണുമ്പോഴത്തേനാണ് വളരെ സന്തോഷിക്കുന്നുണ്ട്. ശേഷം അവൾ ഫോൺ എടുത്തിട്ട് മുത്തശ്ശി, ഞാൻ മുത്തശ്ശിക്ക് വിളിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളെ, എന്താണ് നീ ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണല്ലോ എന്ന് പറയാണ്. മുത്തശ്ശി, ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ശരിയായിരിക്കുകയാണ്, മുത്തശ്ശി എല്ലാം അറിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. മോളെ, ഞാൻ എല്ലാം അറിഞ്ഞു, മാത്രമല്ല ഞാൻ നിന്നൊരു കാര്യം കൂടെ അറിയിക്കാനാണ് വിളിച്ചതെന്ന് പറയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കും വേദ. മറ്റൊന്നുമല്ല, നമ്മുടെ വർഷയ്ക്ക് പ്രസവവേദന വന്നു, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്കൊരു പുതിയ അതിഥി കൂടെ എത്താൻ പോവുകയാണെന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വേദ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. വേദ പറയും, അയ്യോ എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കോളാം കാണാനെന്ന് പറയുന്നുണ്ട്. ശരി, എന്താണ് വിക്രം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ടൈമിൽ മുത്തശ്ശി. മുത്തശ്ശി, വിക്രം ഇവിടെ വീട്ടിൽ തന്നെയുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാനാണ് കുറച്ച് എടുത്തുചാട്ടം കാട്ടിയത്, ഞാൻ അറിയാതെ ശ്രീകാന്ത് ഏട്ടനെയും അതോടൊപ്പം തന്നെ അച്ഛനെയും അവരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നാളെ അവരെ എങ്ങനെ കാണും, അവരെ ഫേസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നിൻ്റെ സാഹചര്യത്തിൽ ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ, അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ്. അതേ മുത്തശ്ശി, ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവരെ സംശയിക്കേണ്ടതായിട്ട് വന്നു. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് വിക്രം രക്ഷിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് വീണ്ടും വേദ പറയുന്നുണ്ട്. ശേഷം ആ ഒരു ടൈമിൽ നമ്മുടെ മുത്തശ്ശി പറയാണ്, ഏതൊക്കെയാണെങ്കിലും ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രം എനിക്ക് ഉറപ്പാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി എന്താ അങ്ങനെ പറഞ്ഞത്, മുത്തശ്ശി എന്താ അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയാണ്, അത് പിന്നെ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇനിയും നടക്കാൻ പോകുന്നുണ്ട്, നീ സൂക്ഷിക്കണം മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് മുത്തശ്ശിക്ക് സത്യം പറയും, എന്താണ് സംഭവിച്ചത്, മുത്തശ്ശിക്ക് എന്താ തോന്നുന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ മുത്തശ്ശി പറയാണ്, അല്ല, കുറച്ച് മുമ്പ് ശ്രീകാന്ത് ഇവിടെ ഉള്ള സമയത്ത് ശ്രീകാന്തിനോട് സംസാരിക്കാനായിട്ട് വർഷയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാളും കൂടെ ഇരുന്ന് വളരെയധികം കുശു സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവർ പറഞ്ഞതെന്ന് വ്യക്തമല്ല, പക്ഷെ എന്തായാലും അവർ നിന്നെക്കുറിച്ച്, അതായത് വിക്രമിനെ കുറിച്ചാണ്, വിക്രമും നീയും സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെയോ ആണ് സംസാരിക്കുന്നത് മാത്രം എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ രണ്ടാളും പിരിക്കാൻ വേണ്ടി അവർ എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ടെന്നും എനിക്ക് ഉറപ്പാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളെ ആരെങ്കിലും കാണുമ്പോൾ അവർ പെട്ടെന്ന് നിർത്തി കളയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ടാണ് മോളെ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി വേദയോട് പറയുന്നുണ്ട്. അപ്പോൾ വേദ, ശരി, ഞാൻ അതൊക്കെ നോക്കിക്കോളാം മുത്തശ്ശി, അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാകുമെന്ന് പറയാണ് കേട്ടോ. ശേഷം പിന്നീട് പിറ്റേ ദിവസം നമ്മുടെ വേദ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വേദ. അപ്പോൾ ഈ ഒരു ടൈമിൽ അവിടെ ശ്രീകാന്ത് എല്ലാവരും ഉണ്ട് കേട്ടോ. വേദയെ കണ്ടതും നമ്മുടെ ശങ്കരണ്ണൻ മുഖം തിരിക്കുകയാണ്, ശ്രദ്ധിക്കാത്ത പോലെ നിൽക്കുന്നുണ്ട്. വേദ പോയിട്ട് കുട്ടനെയും എല്ലാവരെയും കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ്. ഈ ഒരു ടൈമിൽ ശ്രീകാന്ത് അകത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനെ കണ്ടതും ശ്രീകാന്ത്, എന്താണ് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ, നീ എന്തൊക്കെ വെല്ലുവിളി ഉയർത്തിയിട്ട് പോയതായിരുന്നു, ഇപ്പോൾ എന്തായി, ഞങ്ങൾക്ക് അതിൽ പങ്കുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ വേദയ്ക്കൊന്നും മറുപടി പറയാനുണ്ടായില്ല. പക്ഷെ വേദ പറയും, ഏതായാലും സത്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അവൻ ആ കുറ്റത്തിന് അല്ലെങ്കിൽ മറ്റൊരു കുറ്റത്തിന് എന്തായാലും ജയിലിൽ പോകേണ്ടവൻ തന്നെയാണ്, അവൻ അത്ര നല്ലവനൊന്നല്ല എന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ വേദ നമ്മുടെ ശ്രീകാന്തിനോട് പറയണം, അതെനിക്കറിയാം, ഒരാൾ മോശപ്പെട്ടവനാണെങ്കിൽ അയാളെ എന്നും മോശക്കാരനായിട്ട് സമൂഹം കണക്കാക്കുള്ളൂ, അയാൾ നല്ലവനാകാൻ ശ്രമിച്ചാലും അയാൾ മോശക്കാരനാകുന്ന തരത്തിൽ കുറേ ആളുകൾ ചുറ്റുമുണ്ടാകും. അതുപോലെയാണ് ശ്രീകാന്ത് ഏട്ടനും. വിക്രമായിട്ട് ഇപ്പോൾ ഒന്നിനും പോകുന്നില്ല, വിക്രമായിട്ട് ഒരു മോശപ്രവർത്തിക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ശ്രീകാന്ത് ഏട്ടൻ അങ്ങനെ വേറെ ഏത് രീതിക്കും ഒരു ചതിയിലും വിക്രമിനെ പെടുത്താതിരുന്നാൽ മാത്രം മതി. എനിക്കറിയാം, ഇപ്പോഴും വിക്രമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ വ്യക്തമാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്,
പറയാനുള്ളൂ. വിക്രമിനെതിരെ ഇനി എന്തെങ്കിലും ശ്രീകാന്തേട്ടൻ പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. അത് ഞാൻ വെറുതെ എന്നല്ല പോരാടാൻ പോകുന്നത്. വക്കീൽ വസ്ത്രം അണിഞ്ഞ് തന്നെ ഞാൻ പോരാടും. അതിപ്പോൾ നമ്മുടെ അച്ഛൻ്റെ കോടതിയാണെങ്കിൽ പോലും എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പോൾ ശ്രീകാന്തേട്ടനോട് ഇത് പറയുന്നത്. ശ്രീകാന്തേട്ടൻ സൂക്ഷിച്ചാൽ ശ്രീകാന്തേട്ടന് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേദയുടെ ഇത്ര എന്താ പറയുക വളരെ മൂർച്ചയുള്ള വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് ആകെ പതറി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ശ്രീകാന്തിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ. ശേഷം നമ്മുടെ വേദ പുറത്തേക്ക് വരികയാണ്. ഈ ഒരു ടൈമിൽ വിക്രം വേദയോട് പറയാണ്, അവിടെ പോയപ്പോൾ നിനക്ക് എന്ത് കിട്ടി, ആരും നിന്നെ പരിഗണിച്ചത് പോലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആര് പരിഗണിച്ചാലും ഇല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇതിനൊക്കെ കാരണം ഞാനല്ലേ, ഞാൻ കാരണമില്ലേ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. നീ എന്നെ അതായത് നീ ഇപ്പോഴും എൻ്റെ ഭർത്താവായിട്ട് എന്തിനങ്ങനെ കണക്കാക്കുന്നത്, നിനക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ. നീ പക്ഷെ രക്ഷപ്പെടാതെ ഇപ്പോഴും എൻ്റെ വാലിൽ പിടിച്ച് നടക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് നിൻ്റെ ഇത്ര നല്ല കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോകേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ട് വിക്രം വേദയോട് കേട്ടോ. അപ്പോൾ വേദ അതിനൊന്നും മറുപടി പറയുന്നില്ല. പിന്നീട് വിക്രം പറയണം, ഇങ്ങനെ ഒരു പാഴ്ചമൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് വേദയോട്. വേദയ്ക്ക് അത് കേട്ടതും വളരെയധികം സങ്കടം വന്നിട്ട് വേദ കരഞ്ഞു പോവുകയാണ്. അത് കണ്ടതും വിക്രം ആകെ ടെൻഷനാവണം. അയ്യോ കരയില്ലേ, കരയാൻ വേണ്ടി പറഞ്ഞതല്ലേ, കരയില്ലേ എന്ന് പറഞ്ഞിട്ട് വിക്രം നമ്മുടെ വേദയെ ആശ്വസിപ്പിക്കുന്നതായിട്ടും പ്രോമോയിൽ കാണുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.